വാലറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഇതായിരിക്കും. ഈ സാധനം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. നിങ്ങളുടെ പൈസയും അതുപോലെ തന്നെ കാർഡുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സൂക്ഷിച്ച് വയ്ക്കാനും വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ വാലറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഫോണിനകത്തും ഒരുപാട് വാലറ്റുകളുണ്ട്. ഇപ്പോൾ പേടിഎം വാലറ്റ് പോലുള്ള ഒരുപാട് വാലറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണത്തിൻ്റെ ഡിജിറ്റൽ രൂപത്തിനെ സൂക്ഷിച്ച് വയ്ക്കാനും ട്രാൻസാക്ഷൻസ് എല്ലാം നടത്താനും ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ വാലറ്റുകൾ എന്ന് പറയുന്നത്. ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി വാലറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. പക്ഷേ സാധാരണ വാലറ്റിനെ അപേക്ഷിച്ച് ഒരുപാട് സവിശേഷതകളും ഒരുപാട് ഗുണങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ എന്ന് പറയുന്നത്. ബേസിക്കായിട്ട് ക്രിപ്റ്റോ കറൻസികൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളൊരു പർപ്പസ് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് സവിശേഷതകളും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഈ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾക്കുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിശദമായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. എന്താണ് ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആൻഡ് ഏതൊക്കെ ടൈപ്പ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളാണ് ഉള്ളത്, അത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി വാലറ്റ്? Cryptocurrency wallet is a tool that you can interact with the blockchain network. ബ്ലോക്ക്ചെയിൻ നെറ്റ്വർക്കുമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ ക്രിപ്റ്റോ വാലറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 3 തരം ക്രിപ്റ്റോ കറൻസി വാലറ്റുകളാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ വാലറ്റുകളാണ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹാർഡ്വെയർ വാലറ്റുകളാണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് പേപ്പർ വാലറ്റുകളാണ്. ഇതിന്റെ ഓരോന്നിന്റെയും വർക്കിംഗ് മെക്കാനിസം അനുസരിച്ചാണ് ഇതിനെ രണ്ടാക്കിയിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ഹോട്ട് വാലറ്റുകളും 2 കോൾഡ് വാലറ്റുകളും. അപ്പോൾ ഈ വാലറ്റുകൾ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് ഉണ്ട്. എൻ്റെ ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ആ വാലറ്റിലാണ്. നിങ്ങളുടെ കയ്യിലും ഒരു ക്രിപ്റ്റോ കറൻസി വാലറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക ആ വാലറ്റിലായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വാലറ്റിന് ഒരു വാലറ്റ് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ വാലറ്റ് അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ നിന്നും എൻ്റെ വാലറ്റിലേക്ക് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് ബിറ്റ് കോയിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ ആ വാലറ്റ് അഡ്രസ്സ് വഴി നിങ്ങളുടെ വാലറ്റിലുള്ള ബിറ്റ് കോയിൻ നിങ്ങൾക്ക് എൻ്റെ വാലറ്റിലേക്ക് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ കുറച്ച് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്നും മറ്റൊരു ബ്ലോക്ക് ചെയിനിലേക്കല്ല ഈ ക്രിപ്റ്റോ കറൻസികൾ പോകുന്നത്. അതേ ബ്ലോക്ക് ചെയിനിൽ തന്നെയുള്ള ഒരു വാലറ്റ് അഡ്രസ്സിൽ നിന്നും മറ്റൊരു വാലറ്റ് അഡ്രസ്സിലേക്ക് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ നടത്തുക മാത്രമാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞത് ബ്ലോക്ക് ചെയിനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ വാലറ്റ് എന്ന് പറയുന്നത്, ഈ ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ സൂക്ഷിച്ച് വെക്കുക എന്നുള്ള കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പർപ്പസ് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയിനുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടത്താനായിട്ട് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളോട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഈ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ പ്രവർത്തിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരാൾക്ക് ബി എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും കുറച്ച് ബിറ്റ് കോയിൻ റിസീവ് ചെയ്യണമെന്ന് വിചാരിക്കാം. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ വാലറ്റ് പ്രോഗ്രാം അവരുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ റൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ എ എന്ന് പറയുന്ന ആൾ ഒരു പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാം മൾട്ടിപ്പിൾ പെയർസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീസ് ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യും. ഈ ഓരോ പെയർ കീസിനും അതിൻ്റേതായിട്ടുള്ള ബ്ലോക്ക് ചെയിൻ അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞു, എൻ്റെ വാലറ്റ് അഡ്രസ്സ് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ വാലറ്റിൽ നിന്നും എൻ്റെ വാലറ്റിലേക്ക് അയാൾക്ക് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീൻ്റെ ആ ഒരു പെയർ ഓരോ ബ്ലോക്ക് ചെയിൻ അഡ്രസ്സുകളും ജനറേറ്റ് ചെയ്യും. അതായത് ഒരു പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ അഡ്രസ്സ് വഴിയാണ് വേറൊരാൾക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ വാലറ്റിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുക. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരൊറ്റ പെയർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ മാത്രം എടുക്കാം. ഇത് ക്രിപ്റ്റോ വാലറ്റ് പ്രോഗ്രാം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന കീസാണ്. അതായത് നമ്മൾ സ്വയമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല, ആ ക്രിപ്റ്റോ വാലറ്റ് പ്രോഗ്രാം തന്നെ സെൽഫായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു കീ ആണ് ഈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ആൻഡ് അതിന് യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ചെയിൻ അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഒരു അഡ്രസ്സ്, ഒരു ബിറ്റ് കോയിൻ അഡ്രസ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ അഡ്രസ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആൻഡ് ഈ ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് നമ്മൾ ബി എന്ന് പറയുന്ന ആൾക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ അഡ്രസ്സിലേക്കായിരിക്കും ബി എന്ന് പറയുന്ന ആൾ അയാളുടെ വാലറ്റിലുള്ള ബിറ്റ് കോയിൻ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസി ആണെന്നുണ്ടെങ്കിൽ അത് എ എന്ന് പറയുന്ന ആളുടെ വാലറ്റിലേക്ക് അയക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് ചെയിനിന് പുറത്തേക്കല്ല ഈ കോയിൻസ് ഒന്നും തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതേ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു അഡ്രസ്സിൽ നിന്നും മറ്റൊരു അഡ്രസ്സിലേക്ക് മാത്രമാണ് ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇനി ഈ ക്രിപ്റ്റോ വാലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു, എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തു, ആ വാലറ്റ് അഡ്രസ്സ് വഴിയാണ് അയാൾ എനിക്ക് ഫണ്ട് അയച്ചതെന്ന് പറഞ്ഞു. ഈ വാലറ്റ് അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അയച്ചു കൊടുക്കുന്നത് പ്രൈവറ്റ് കീ ആണ് എന്നുണ്ടെങ്കിൽ
8ന്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ പ്രൈവറ്റ് കീ ആണ് ഓരോ പുതിയ ട്രാൻസാക്ഷൻസും സൈൻ ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് കീ വേറൊരാൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വാലറ്റിലുള്ള ഫണ്ട് മുഴുവൻ അയാൾക്ക് അയാളുടെ വാലറ്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലറ്റുകളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഫണ്ട് മൊത്തത്തിൽ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ വാലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണോ ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും ആ പ്രൈവറ്റ് കീ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ വേറെ ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നമ്മുടെ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ആ പ്രൈവറ്റ് കീ നമ്മൾ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് പണി കിട്ടാൻ പോകുന്നത്. ആ വാലറ്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ട് മുഴുവൻ വേറെ ഏതെങ്കിലും വാലറ്റുകളിലേക്കോ അല്ലെങ്കിൽ അയാളുടെ വാലറ്റിലേക്കോ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമുക്കത് തിരിച്ചു കിട്ടാനായിട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിപ്റ്റോ വാലറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നെവർ ഷെയർ യുവർ പ്രൈവറ്റ് കീ വിത്ത് എനി വൺ. കാരണം ക്രിപ്റ്റോ വാലറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെന്റ് ആണ് ഈ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. അത് ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. ഇനി സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന വാലറ്റുകളെല്ലാം നിങ്ങൾക്ക് ഈ പ്രൈവറ്റ് കീക്ക് പകരം ഒരു സീഡ് ഫ്രേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വേറെ ഒന്നുമല്ല, ഒരു 12 വാക്കുകൾ, 12 16 വാക്കുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 12 വാക്കുകളും അതേ ഓർഡറിൽ തന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് ഈ സീഡ് ഫ്രേസ് വെച്ചുകൊണ്ട് നമുക്ക് പുതിയ പ്രൈവറ്റ് കീസ് ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങളൊരു വാലറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ സീഡ് ഫ്രേസ് കിട്ടും, ഒരു 12 വാക്കുകൾ കിട്ടും. ആ 12 വാക്കുകൾ കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. ആൻഡ് അതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും, ലോകത്തെവിടെ ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സീഡ് ഫ്രേസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വാക്കുകൾ ഇതേ ഓർഡറിൽ തന്നെ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഈ സീഡ് ഫ്രേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഏതൊക്കെ തരം ക്രിപ്റ്റോ കറൻസി വാലറ്റുകളാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 കാറ്റഗറി ഓഫ് വാലറ്റ്സ് ആണുള്ളത്. ഒന്ന് ഹോട്ട് വാലറ്റ്സും 2 കോൾഡ് വാലറ്റ്സും. ഇതിൻ്റെ എല്ലാം പ്രവർത്തനത്തിനനുസരിച്ചാണ് ഇതിനെ ഹോട്ട് വാലറ്റുകൾ എന്നും കോൾഡ് വാലറ്റുകൾ എന്നും വിളിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ഹോട്ട് വാലറ്റ് എന്നാണ് വിളിക്കുക. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് കുറച്ച് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുക ആ എക്സ്ചേഞ്ചിൻ്റെ ഹോട്ട് വാലറ്റിലായിരിക്കും. ഇപ്പോൾ ട്രേഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂസേഴ്സിനും, ഫ്രീക്വൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ നടത്തി കളിക്കുന്ന ആളുകൾക്കൊക്കെ ആയിരിക്കും ഈ ഹോട്ട് വാലറ്റ് ഏറ്റവും അധികം ഉപയോഗപ്പെടുക. കാരണം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വാലറ്റുകളാണ് ഈ ഹോട്ട് വാലറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഹോട്ട് വാലറ്റുകളെക്കാളും കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതൽ ഉണ്ടായിരിക്കുക ഈ കോൾഡ് വാലറ്റുകൾക്കായിരിക്കും. കാരണം കോൾഡ് വാലറ്റുകൾ ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ കീസ് എല്ലാം തന്നെ ഫിസിക്കൽ ഫോർമാറ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സിന് അത് ഹാക്ക് ചെയ്തെടുക്കാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ്. കൂടുതലും ഈ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ഒക്കെയാണ് ഈ കോൾഡ് വാലറ്റുകൾ പ്രിഫർ ചെയ്യുന്നത്. അതായത് ആ ഫണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ട്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത് അവിടെ തന്നെ വെച്ചാൽ മതി എന്നുള്ള ആളുകളായിരിക്കും ഈ കോൾഡ് വാലറ്റുകൾ യൂസ് ചെയ്യുക. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും കോൾഡ് വാലറ്റുകൾ യൂസ് ചെയ്യുക. ഇനി ഈ ഹോട്ട് വാലറ്റുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സോഫ്റ്റ്വെയർ വാലറ്റുകളാണ്. ഈ സോഫ്റ്റ്വെയർ വാലറ്റുകളിൽ തന്നെ പ്രധാനമായിട്ടുള്ള 3 വാലറ്റുകളാണ്. 1 വെബ് വാലറ്റ്, 2 ഡെസ്ക്ടോപ്പ് വാലറ്റ്, 3 മൊബൈൽ വാലറ്റ്. ഈ വെബ് വാലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ബ്രൗസർ വഴി നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ രീതിയിൽ ബ്ലോക്ക് ചെയിനുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. വേറെ ആപ്പുകളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളോ ഒന്നും തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരില്ല ഈ വെബ് വാലറ്റ് ഉപയോഗിക്കുമ്പോൾ. ഇനി ഡെസ്ക്ടോപ്പ് വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് ഓഫ് വാലറ്റുകളാണ് ഈ ഡെസ്ക്ടോപ്പ് വാലറ്റ് എന്ന് പറയുന്നത്. ഈ വെബ് വാലറ്റുകളും ഡെസ്ക്ടോപ്പ് വാലറ്റുകളും കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതൽ ഉണ്ടായിരിക്കുക ഈ ഡെസ്ക്ടോപ്പ് വാലറ്റുകൾക്കായിരിക്കും. കാരണം വെബ് വാലറ്റ് ബ്രൗസറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല, അത്ര സേഫ് ആയിട്ടുള്ള ഒരു വാലറ്റ് ആയിരിക്കില്ല. പിന്നെ ഉള്ളത് മൊബൈൽ വാലറ്റ്സ് ആണ്. മൊബൈൽ വാലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പ് വാലറ്റുകൾ പോലെ തന്നെയുള്ളൊരു വാലറ്റ് ആണ്. അത് പ്രത്യേകം മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാലറ്റുകളായിരിക്കും. അതായത് നമുക്ക് ആപ്പ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന വാലറ്റുകളായിരിക്കും മൊബൈൽ വാലറ്റുകൾ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി വാലറ്റ്. നമ്മുടെ ഫോണിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാലറ്റാണ് ട്രസ്റ്റ് വാലറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേകമായിട്ട് മൊബൈൽ ഫോണിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള വാലറ്റാണ്. അതാണ് മൊബൈൽ വാലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ 3 ടൈപ്പ് വാലറ്റുകളും ഇന്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാലറ്റുകളാണ്. അതുകൊണ്ടാണ് അതിനെ ഹോട്ട് വാലറ്റുകൾ എന്ന് പറയുന്നത്. ഇനി കോൾഡ് വാലറ്റുകളുടെ കാര്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും 2 ടൈപ്പ് വാലറ്റുകളാണ് കോൾഡ് വാലറ്റുകളിൽ വരുന്നത്. 1 ഹാർഡ്വെയർ വാലറ്റും 2 പേപ്പർ വാലറ്റും. ഈ ഹാർഡ്വെയർ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. നമ്മുടെ പെൻഡ്രൈവിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ പല ഷേപ്പിലുണ്ട്. അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. റാൻഡം നമ്പർ ജനറേറ്റർ RNG ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഡിവൈസ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കീസ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ജനറേറ്റ് ചെയ്യുന്ന കീ ഒന്നും തന്നെ ഇന്റർനെറ്റുമായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കില്ല. ഈ ഡിവൈസിൽ തന്നെയായിരിക്കും അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ വാലറ്റുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റി കൂടുതൽ ഉണ്ടായിരിക്കുക ഈ ഹാർഡ്വെയർ വാലറ്റുകൾക്കായിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ വാലറ്റുകൾ ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള വാലറ്റുകളല്ല. നമുക്ക്
നമുക്ക് ഹോട്ട് വാലറ്റുകളെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രേഡേഴ്സിനും അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് യൂസേഴ്സിനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്താൻ സാധിക്കുക ഹോട്ട് വാലറ്റുകളിലായിരുന്നു. പക്ഷേ ഹാർഡ്വെയർ വാലറ്റുകൾ ഹോട്ട് വാലറ്റുകളെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വാലറ്റുകളെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള വാലറ്റുകളല്ല. അതുകൊണ്ട് തന്നെ ട്രേഡേഴ്സ് ഹാർഡ്വെയർ വാലറ്റുകൾ യൂസ് ചെയ്യുന്നതിനേക്കാളും സോഫ്റ്റ്വെയർ വാലറ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം ഹാർഡ്വെയർ വാലറ്റുകൾ നോക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അവസാനമായിട്ടുള്ളത് പേപ്പർ വാലറ്റുകളാണ്. പേപ്പർ വാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയിൻ അഡ്രസ്സും പ്രൈവറ്റ് കീയും പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിനെയാണ് പേപ്പർ വാലറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണയായിട്ട് QR കോഡ്സ് ആയിട്ടാണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ പബ്ലിക് കീയും പ്രൈവറ്റ് കീയും QR കോഡ്സ് ആയിട്ടായിരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സംഭവം വളരെയധികം സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അത് അത്രത്തോളം യൂസ് ചെയ്യാനായിട്ട് അത്ര സുഖമുള്ള ഒരു സംഭവമല്ല ഈ പേപ്പർ വാലറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് സൂക്ഷിച്ചു വെക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരു പേപ്പറൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് വേറെ വഴിയൊന്നും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല നമ്മുടെ വാലറ്റിലുള്ള ഫണ്ട് മൊത്തത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തേണ്ടി വരും പേപ്പർ വാലറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പാർഷ്യലി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പേപ്പർ വാലറ്റുകൾ കൊണ്ട് സാധിക്കില്ല. അത് വളരെ വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. സംഭവം സേഫ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ പേപ്പർ വാലറ്റുകൾക്കുണ്ട്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഏത് തരം വാലറ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ പ്രൈവറ്റ് കീസും കാര്യങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട്, നിങ്ങളുടെ ആ വാലറ്റിലുള്ള ഫണ്ട് മൊത്തത്തിൽ തന്നെ പോയി എന്ന് കൂട്ടിക്കോ. അത് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ്. ഇന്റർനെറ്റിലൊക്കെ പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്രൈവറ്റ് കീസ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഫണ്ട് മൊത്തത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് പേരുടെ കഥകൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ വാലറ്റ് ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൈവറ്റ് കീസ് സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ക്രിപ്റ്റോ കറൻസി വാലറ്റ് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ആൻഡ് ഏതൊക്കെ ടൈപ്പ് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളാണ് ഉള്ളത് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.